നമസ്കാരം. ജ്യോതിഷപ്രകാരം പെട്ടെന്ന് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്നു വരുന്നതാകുന്നു. അത്തരത്തിൽ പെട്ടെന്ന് ഭാഗ്യം കടന്നു വരികയും അവരുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരും. പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് ഭാഗ്യക്കുറി, നറുക്കെടുപ്പ്, അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് സൗഭാഗ്യം തേടിയെത്തുന്നു എന്ന് തന്നെയാണ്. ഇത്തരം കാര്യങ്ങളിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നു. സാമ്പത്തികപരമായ ഉയർച്ച കടന്നു വരുന്നു. ഇത്തരത്തിലുള്ള നക്ഷത്രക്കാർ, അതായത് നാളെ മുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരുടെയെല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരാം, ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാകുന്നു. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കടന്ന് വരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം പ്രത്യേകിച്ചും ലോട്ടറിയുമായി ബന്ധപ്പെട്ടും കൂടാതെ നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് ഈ സമയം സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. പല രീതിയിലൂടെ ഭാഗ്യം തുണയ്ക്കുകയും അതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യുന്ന സമയമാകുന്നു. എന്നാൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ധനം നഷ്ടമാകുന്നതിനും സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ചെലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ചില ചതികൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. അതിനാൽ തന്നെ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ ലഭിക്കുന്ന ധനം നഷ്ടമാകുവാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും അമിതമായാൽ അത് ദോഷമാകുന്നു. ആ കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. എല്ലാം ആവശ്യത്തിനാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്ത് കാര്യമാണ് എന്നിരുന്നാൽ പോലും അത് അമിതമായാൽ ദോഷമാണ് എന്ന കാര്യവും ഈ നിമിഷം ഏവരും ഓർക്കേണ്ടത് തന്നെയാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ് ഇത്. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സൗഭാഗ്യങ്ങൾ കടന്നു വരാം. പ്രത്യേകിച്ചും നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കരസ്ഥമാക്കുക, സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരുക, ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാകുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, എന്ത് കാര്യമാണ് എന്നിരുന്നാൽ പോലും അമിതമായാൽ നിങ്ങൾക്കത് ദോഷമായി മാറും. അതിനാൽ ആ കാര്യവും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനം വളരെയധികം കടന്നു വരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ പല രീതിയിലുള്ള ചതികൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ്. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ ലഭിക്കുന്ന പണം നഷ്ടമാകുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ സമയം അത്തരം കാര്യങ്ങളും ശ്രദ്ധയോടെ വീക്ഷിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പാടൂ എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഏറ്റവും അനുകൂലമായി തീരുന്ന സമയമാകുന്നു. ഭാഗ്യം കടാക്ഷിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം. പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകാം. പ്രധാനമായും ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭാഗ്യം അനുകൂലമാകാം. അതിനാൽ നേട്ടങ്ങൾ വന്നു ചേരാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നറുക്കെടുപ്പ് കൂടാതെ ലോട്ടറി അഥവാ ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാകുന്നു. ഈ സമയം അത്തരം കാര്യങ്ങൾ കടന്നു വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. എന്നാൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം ചെലവുകൾ വർദ്ധിക്കുവാനും ധനനഷ്ടത്തിനും സാധ്യത കൂടുതലാകുന്നു. ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. പല വഴികളിലൂടെയും ചതി സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക. എന്നാൽ ധനപരമായി നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ഈ സമയം ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ അത് നിങ്ങൾക്ക് ഉയർച്ച നൽകുന്ന സമയമായി മാറും. മറക്കുവാൻ സാധിക്കാത്ത ഒരു സമയമായി മാറും എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം
അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾ ധനപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. പ്രത്യേകിച്ചും ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ, ഭാഗ്യദേവത കടാക്ഷിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും ഇരട്ടി നേട്ടങ്ങൾ വന്നു ചേരാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഭാഗ്യക്കുറി ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ ബിസിനസ് പരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നറുക്കെടുപ്പിൽ വിജയങ്ങൾ നേടുവാൻ സാധ്യത കൂടുതലാണ്. സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനം വന്നു ചേരുന്നതിനാൽ മനസ്സിന് സന്തോഷം വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. എന്നാൽ എന്ത് കാര്യവും ശ്രദ്ധയോടെ നാം ചെയ്യേണ്ടതാകുന്നു. എന്തും അമിതമായാൽ ദോഷമാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് അനിവാര്യമാകുന്നു. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. എന്നാൽ ഈ സമയം വന്നു ചേരുന്ന ധനം നിങ്ങൾക്ക് നഷ്ടമാകുവാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ തന്നെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാകുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാകുന്നു. ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. എന്നാൽ നറുക്കെടുപ്പ് മൂലം ജീവിതത്തിലേക്ക് ഭാഗ്യം വന്നു ചേരുക, സമ്മാനങ്ങൾ ലഭിക്കുക, ഭാഗ്യക്കുറി അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾക്കും ഈ സമയം സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയം കൂടിയാകുന്നു. അതിനാൽ തന്നെ ഈ സമയം ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ വളരെയധികം ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് കാരണമായി തീരും. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. അതിനാൽ തന്നെ തീർച്ചയായും ഈ സമയം നിങ്ങൾ ശ്രമങ്ങൾ നടത്തുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിപുലീകരണത്തിനും മറ്റു കാര്യങ്ങൾക്കും ശ്രമങ്ങൾ നടത്തുക. ജോലിക്കായി ശ്രമിക്കുക. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾക്കായി ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശുഭകരം തന്നെയാണ് സമയം. ധനം കൈകളിലേക്ക് പല വഴികളിലൂടെ വന്നു ചേരുന്ന സമയം. അതിനാൽ തന്നെ ഈ സമയം ശ്രദ്ധയോടെയും മുന്നോട്ട് പോകണം. ഒപ്പം നിൽക്കുന്നവരിൽ നിന്നും ചതി പോലും സംഭവിക്കാം. ആ കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യം അനുകൂലമാകുന്ന സമയമാണ് ഇത്. ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം. പ്രധാനമായും ലോട്ടറി അനുകൂലമാവുക, അതല്ല നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കുക, അത്തരം കാര്യങ്ങൾക്കും ഈ സമയം സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ശ്രമങ്ങൾ നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് ധനപരമായ നേട്ടങ്ങൾക്ക് വളരെയധികം സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾ പ്രധാനമായും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ സമയം ശ്രദ്ധിക്കുന്നത് ഉത്തമമാകുന്നു. തൊഴിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തൊഴിൽ തന്നെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിപുലീകരണം, ബിസിനസ് ലാഭം നേടുവാൻ സാധിക്കുന്നതായ ചില വഴികൾ, കരാറുകൾ അനുകൂലമാവുക, അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. കിട്ടാക്കടം തിരികെ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അത്തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൂടെ കൈകളിലേക്ക് ധനം വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. പല വഴികളിലൂടെയും ധനം വന്നു ചേരും എന്ന് തന്നെ പറയാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് ധനപരമായ നേട്ടങ്ങൾക്ക് വളരെയധികം സഹായകരമായി തീരും. ഈ സമയം ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ നിങ്ങൾ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കണം എന്ന കാര്യം ഓർക്കുക. എല്ലാ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സർവേശ്വരൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.